ഞാൻ ഇവിടെ വയനാട് വന്നപ്പോൾ ഇവിടെ ഒരു മാസം മുമ്പ് നടന്ന ഒരു കാറ്റിനെ കുറിച്ച് കേട്ടു. ഭയങ്കര ശക്തമായ കാറ്റ്, ഒരു മിനിറ്റ് പോലും തികച്ചില്ലാത്ത കാറ്റ്. ഒരുപാട് കണ്ട ആ കവുങ്ങൊക്കെ വീണിന്, ഒരുപാട് മരങ്ങൾ നഷ്ടപ്പെട്ടു, വായകളൊക്കെ പോയി. ഇത് കണ്ടോ, ഈ വീടിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഷീറ്റ് കേടന്നു. ഈ വീട്ടിൽ തന്നെ ഒരുപാട് വീടിൻ്റെ ഓടൊക്കെ പാറിപ്പോയില്ലേ, ഇഷ്ടം പോലെ ഒരുപാട് വീടുകളോ ഈ ഏരിയത്തെ ഏകദേശം വീടുകളോ ഓടുകളൊക്കെ പാറിപ്പോയി, ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത കാറ്റും കൊണ്ട്. ഈ വീട്ടിൽ തന്നെ കണ്ടോളി, ഗസ്റ്റ് ഹൗസിൻ്റെ മേലുള്ള ഓട് പാറിപ്പോയിട്ട് ഗസ്റ്റ് ഹൗസിക്കൊക്കെ ആകെ വെള്ളമിറങ്ങി. ആകെ ഒരൊറ്റ മിനിറ്റ് കാറ്റും കൊണ്ട്. ഞാൻ കാറ്റിൻ്റെ വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ഇതൊരു വീട്ടിൻ്റെ ഉള്ളിൽ അറിയാതെ പുറത്തിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ആ കറക്റ്റ് കാറ്റ് വന്ന സംഭവമാണ്. അപ്പോൾ എന്തോ ഒരു മിനിറ്റ് പോലും തികച്ചില്ലാത്തൊരു കാറ്റാണ് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താ അറിയോ, ഊദ് സമുദായമായ ആദിന് ഇതേപോലെ ഊദ് പറഞ്ഞത് കേൾക്കാതെ പടച്ചവനെ ധിക്കരിച്ചപ്പോൾ അന്നൊരു കാറ്റടിച്ചിരുന്നു. ഈ കാറ്റിൽ അധികം ആളുകളും ധിക്കരിച്ചവരൊക്കെ മരിച്ചുപോയി, നല്ല ആളുകൾ മാത്രം ബാക്കിയായി. അപ്പോൾ ഇങ്ങനെ കാറ്റുണ്ടായത് നമ്മൾ ചെയ്ത തെറ്റും കൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴും ആലോചിക്കുക, പടച്ചവൻ്റെ ഒരു കൈ നമ്മളെ മേത്തുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമ്മൾ ജീവിക്കുക, എന്നാൽ ഉഷാറാവും അല്ലേ. എന്തായാലേ നമ്മളൊക്കെ മനുഷ്യന്മാരൊക്കെ എത്ര ഉള്ളൂ, അഹങ്കാരമൊക്കെ ഡിം. അപ്പോൾ ശരി, മാസ്സലാമ.